ഹായ് ടാസ്കേഴ്സ്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ ഒരു ചെറിയ എൻഗേജ്മെൻറ്റ് ഫോമിൻ്റെ ഫില്ലപ്പ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ പോവുക, എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു ഫിൽ, ആ പോർഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലേക്കുള്ള ലിങ്ക്, യൂട്യൂബിലേക്കുള്ള ലിങ്ക്, ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് അല്ലാതെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് വർക്ക് പ്ലേസ് ആഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ പേജ് എങ്ങനെ ഫോളോ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറേ പേർക്ക് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ലിങ്ക്ഡിനിൽ എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഗൂഗിളിൽ പോവുക, എന്നിട്ട് ലിങ്ക്ഡിൻ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്ക്, അതായത് http:/in.linkedin.com എന്ന് കാണും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേരും ഡീറ്റെയിൽസും ചോദിക്കും. ഞാൻ ഓൾറെഡി അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് വരാത്തത്. കൺട്രി ഇന്ത്യ കൊടുക്കുക. അത് കഴിഞ്ഞ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ സ്ഥലപ്പേര്, ഞാൻ തൃശ്ശൂർക്കാരിയാണ്, അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ സ്ഥലം ഏതാണോ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ തൃശ്ശൂരായ കാരണമാണ് തൃശ്ശൂരിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ടാബ് വരും, അതിൽ ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് അടിക്കാം. ഇനി നമ്മുടെ കറൻറ്റ് ജോബ്, നമ്മൾ ടാസ്ക് മന്ത്രയിലെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ ആണല്ലേ. അപ്പോൾ വർക്ക് ഫോഴ്സ് നിന്ന് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്താ, നമ്മൾ ഫുൾ ടൈം ജോബ് അല്ലല്ലോ, പാർട്ട് ടൈം ആയിട്ടല്ല ചെയ്യണം. അപ്പോൾ പാർട്ട് ടൈം എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ കമ്പനിയുടെ പേര്, നമ്മുടെ ഇപ്പം കമ്പനിയുടെ പേര് എന്താ, ടാസ്ക് മന്ത്ര. അപ്പോൾ ടാസ്ക് മന്ത്ര എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരും. അതിൽ ലോഗോ ഉള്ള ഓപ്ഷൻ ടാസ്ക് മന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണും, അത് തന്നെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ലോഗോ ഉള്ളത് തന്നെ ക്ലിക്ക് ചെയ്യാം, മാറിപ്പോവരുത്. ലോഗോ ഉള്ളതിലാണ് നമ്മുടെ ഇനി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗോ ഉള്ളത് തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് 3 എണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ആദ്യത്തെ ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തത് സെർച്ച് ചെയ്യുന്നില്ല, പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് സെക്കൻഡ് വൺ വരുന്നത്. തേർഡ് വൺ ഇല്ല, ഞാൻ വേറെ ജോബൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജോബിന് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം ഏത് ടൈപ്പ് ഓഫ് ജോബ്സ് ആണ് നോക്കണേന്നുള്ളതാണ് ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ മാനേജർ കൊടുക്കാൻ പോവാണ്. സോഷ്യൽ മീഡിയ മാനേജർ. ഓക്കെ, അത് കഴിഞ്ഞ് ജോബ് ലൊക്കേഷൻ ഇന്ത്യ, കേരള, തൃശ്ശൂർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം കേട്ടോ. തൃശ്ശൂർ മാത്രം നിങ്ങളുടെ സ്ഥലം മാത്രം കൊടുക്കാം. ഓൾ ഇന്ത്യയിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽസ് റിക്രൂട്ടേഴ്സിലേക്ക് ഷെയർ ചെയ്യുന്നത് ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ ഇഷ്ടം. ഓൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അടിക്കാം.
ഓക്കെ, ഇനി വരുന്നത് നമ്മൾക്ക് ഇവിടെ ഉള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ഷൻ റിക്വസ്റ്റ്, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാനുള്ളതാണ്. നമ്മുടെ ലിങ്ക്ഡിനിലാണ് അത് കണക്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് സ്കിപ്പ് ഫോർ നൗ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ലിങ്ക്ഡിനിൽ. ഇനി ഓൾറെഡി ലിങ്ക്ഡിനിൽ പ്രൊഫൈലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മുടെ ടാസ്ക് മന്ത്രയിൽ വർക്ക് ചെയ്യുന്നത് ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അതിന് താഴെ വരാം, കണ്ടോ ആഡ് പൊസിഷൻ എന്നുള്ളതുണ്ട്. ആഡ് പൊസിഷൻ കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി വർക്ക് ഫോഴ്സ് കൊടുത്ത കാരണം ഇവിടെ ഇൻ്റഗ്രേറ്ററാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇൻ്റഗ്രേറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് അഗെയിൻ പാർട്ട് ടൈം ആണ് കൊടുക്കുന്നത്. കമ്പനി ഓർഗനൈസേഷൻ ടാസ്ക് മന്ത്ര എന്ന് തന്നെ അടിക്കുക. എംപ്ലോയ് ഉള്ളത് കറക്റ്റ് നോക്കി തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജോയിനിങ് ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജനുവരിയിലാണ് ജോയിൻ ചെയ്തത്, 2024. ഇനി നിങ്ങൾക്ക് സ്കിൽസ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ച സ്കില്ല് ക്യാൻവയാണ്. അപ്പോൾ ക്യാൻവ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്യാൻവ അവിടെ വരും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടീം മാനേജ്മെൻറ്റ്, ടീം ബിൽഡിംഗ്, ടീം വർക്ക്, അതെല്ലാം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ ജോബ് എങ്ങനെ കിട്ടിയത് ഒരു റെഫറൽ വഴിയാണല്ലേ. അപ്പോൾ റെഫറലിന് കൊടുക്കാം. ഇനി ജോബ് ലൊക്കേഷൻ, ജോബ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റിമോട്ട് ജോബാണ്. ജോബ് ലൊക്കേഷൻ ബാംഗ്ലൂരാണല്ലേ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കാം. സേവ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. അവിടുത്തെ വർക്ക് ഫോഴ്സ് ആഡ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ടാസ്ക് മന്ത്രയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ലിങ്ക്ഡിനിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പേജ് ഫോളോ ചെയ്യണം. അത് എങ്ങനെയാണെന്ന് അടുത്ത സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അതിന് നമ്മുടെ ടാസ്ക് മന്ത്രയുടെ പേജിലേക്ക് വരാം. ഹോം പേജ് എടുക്കുക. അവിടെ നമ്മുടെ ലിങ്ക്ഡിൻ, അപ്പോൾ അവിടെ നമ്മൾ ആഡഡ് വർക്ക് സ്പേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഫോളോയിങ് പേജസ് ആണ്. അപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ്റെ ആ എംപ്ലോയി ഇല്ലേ മേലെ, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലിങ്ക്ഡിൻ പേജിലേക്ക് പോവും. വ്യൂ ആസ് എ മെമ്പർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ താഴെ ഫോളോ എന്ന് വരും, അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഫോളോയിങ് ആവും. ഈ പേജ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇനി ഫോളോഡ് ദി പേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെടുത്ത് ആ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നമ്മൾ പോണതായിരിക്കും. അപ്പോൾ അവിടെ ഉള്ള പോസ്റ്ററുകളെല്ലാം നമ്മൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പേജസിൻ്റെ എൻഗേജ്മെൻറ്റ് കൂടും. അപ്പോൾ ടാസ്ക് മന്ത്ര എല്ലാവരിലേക്ക് എത്തി തുടങ്ങും. അപ്പോൾ നമുക്ക് ടാസ്ക് മന്ത്രേൻ്റെ റീച്ച് അങ്ങനെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ കറസ്പോണ്ടിങ് സോഷ്യൽ മീഡിയ പേജസിൽ വരും അല്ലേ.
അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റ് ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനനുസരിച്ച് നമ്മൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഫോളോ കൊടുക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അപ്പുറത്ത് പോയി നമ്മൾ പേജിലുള്ള ഇതൊക്കെ ഇമേജസൊക്കെ പോസ്റ്റുകളൊക്കെ ലൈക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പേജ് ഫോളോ ചെയ്തു. ഇനി നമുക്ക് ആ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യാം, ആ ഫയൽ സെലക്ട് ചെയ്തിടാം. ഇനി അടുത്തത് ഏതാ? അടുത്തത് യൂട്യൂബ്. അപ്പോൾ അഗൈൻ യൂട്യൂബിൻ്റെ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്ക് പോവും. അപ്പോൾ അവിടെ സബ്സ്ക്രൈബ്, അതുപോലെ ഓൾ ക്ലിക്ക് ചെയ്തിടാം. എന്നാലേ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനും അവിടെ വരുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിന് ലൈക്ക് ചെയ്യാം. ഇനി അവിടെ കമൻറ്റ്സ് വല്ലതും പ്രൊവൈഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ പേജിൻ്റെ തന്നെയാണ് സ്ക്രീൻഷോട്ട് വേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ്ഡും ബെല്ലൈക്കണും ഉള്ള ആ പേജ് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് അവിടുത്തെ സബ്സ്ക്രൈബ്ഡും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തൊന്ന് ടിക്ക് ചെയ്യുക. ആ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക, സെയിം പേജ് തന്നെയല്ലേ സെലക്ട് ചെയ്തിട്ടിരിക്കണേന്നുള്ളത്. അപ്പോൾ അഗെയിൻ നമ്മുടെ ഫേസ്ബുക്കിൽ പോയി ഫോളോ ചെയ്തു. അതിലിട്ടിരിക്കുന്ന പോസ്റ്റൊക്കെ നമ്മൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നവരാ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു അറിവ് കിട്ടി, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അറിവ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്ന സെഷൻസൊക്കെ നിങ്ങൾ അതിൽ കമൻറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ റിവ്യൂ പേജ് ഉണ്ട്. ആ റിവ്യൂ പേജിൽ പോയിട്ട് റിവ്യൂസ് കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ ഇഷ്ടംപോലെ ടാസ്ക് ഫോഴ്സ് അവിടെ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ റിവ്യൂസ് അവിടെ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഫോളോയിങ് ഈ പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ ടാസ്ക് മന്ത്രയുടെ പേജിൽ വന്നു. നമ്മൾ പേജിലുള്ള പോസ്റ്ററെല്ലാം ലൈക്ക് ചെയ്തു, അത് ടിക്കിടാം. ഫോളോ ചെയ്തു, അതും ടിക്കിടാം. എന്നിട്ട് ചൂസ് ഫയൽ കൊടുക്കുക. ടാസ്ക് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാതും അപ്ലൈ കൊടുക്കുക. നിങ്ങൾ ആഡ് ചെയ്ത വഴിക്ക് അപ്ലൈ കൊടുക്കുന്നതായിരിക്കും ഉണ്ടാ നല്ലത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ലാസ്റ്റത്തെ അത് ലേറ്റായ കാരണം ആ 2 ഫയൽ അപ്ലോഡ് ആയില്ല, എറർ വന്നു. ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക്ഡിൻ്റെയും ഫയൽ അപ്ലോഡ് ആയില്ല. അപ്പോൾ അത് അപ്ലോഡ് ആവാത്ത കാരണം കണ്ട വീണ്ടും അത് അപ്ലൈ എന്ന് പറഞ്ഞു തരാണ്. താഴത്തെ ടാബ് ഓപ്പൺ ആയില്ല. അപ്പോൾ വീണ്ടും ഞാൻ എന്നിട്ട് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുത്തപ്പോഴാണ് അവിടെ എല്ലാതും അപ്ഡേറ്റ് ആയി വന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നേക്കാളും മുമ്പ് അവിടെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അപ്ഡേറ്റ് കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ഫയൽ അപ്ഡേറ്റ് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സബ്മിറ്റ് ടാസ്ക് മന്ത്ര എൻഗേജ്മെൻറ്റ് ഫോം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ ഫില്ലപ്പ് ആവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.